നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ആദർശമുണ്ട്. നമ്മളെ ആദർശത്തിൽ വലിയ ആദർശം, നമ്മളൊക്കെ ഈ ഇരിക്കണ നമ്മളൊക്കെ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ അടിമകളാണ്. നമുക്കൊരു ഉടമയുണ്ട്. ഈ ഇരിക്കണ നമ്മൾ എത്ര പവറുള്ളവരായാലും, എത്ര വിദ്യാഭ്യാസമുള്ളവരായാലും, എത്ര വലിയ ടെക്നോളജിയിൽ ഉയർന്നവനാണെങ്കിലും അവനും നിയന്ത്രിക്കുന്ന ഒരു ഉടമസ്ഥനായ റബ്ബ് അവനുണ്ട്. ഇതാണ് നമ്മുടെ ആദർശത്തിൽ ഏറ്റവും ഒന്നാമത്തെ ഘടകം. ഇത് നമ്മൾ മറക്കരുത്. ഈ ആദർശത്തിൽ ആ വിശ്വസിക്കുന്ന റബ്ബിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ റബ്ബിനെ കാണുന്നൊരു ദിനം നമുക്ക് വരാനുണ്ട്. അവൻ്റെ മുമ്പിൽ നമ്മളൊക്കെ തൊലിയൂരി നിർത്തപ്പെടും. ലോകത്ത് വന്ന സർവ്വ ജന്തുജീവികളോട് അള്ളാഹു പറയും, കൂനി തുറാബ, നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളി. പക്ഷേ മനുഷ്യൻ മണ്ണായി തീരൂല. ഫയഖൂലുൽ കാഫിറു, ആ ദിവസത്തിനെ നിഷേധിച്ച കാഫിർ പറയും, യലൈതനി കുന്തു തുറാബ, ഞാനും ഒരു മണ്ണായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നൊരു സമയമുണ്ട്. അന്ന് അള്ളാഹ് നമ്മളെ വഷളാക്കാതിരിക്കട്ടെ, അന്ന് അള്ളാഹ് നമ്മളെ അയിബാക്കാതിരിക്കട്ടെ. അവിടെയാണ് നമ്മളെ അന്തസ്, അവിടെയാണ് നമ്മളെ മാന്യത, അവിടെയാണ് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടേണ്ടത്. ഇതൊക്കെ തീർന്നു പോകും. അള്ളാഹിനെ കാണുന്ന ദിവസം അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പം ആദർശത്തിൽ ഏറ്റവും വലിയ ആദർശം നമ്മളാരാണ്? മനുഷ്യർ നമ്മളാരാണ്? അടിമകളാണ്. നമുക്കാരുണ്ട്? ഒരു ഉടമയുണ്ട്. ആ ഉടമയെ കാണുന്നൊരു ദിവസത്തിലേക്ക് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കുള്ള സഫറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്ര. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഈ വിഷയത്തിന് അല്ലാഹു തആല നൽകിയ സന്ദേശമാണ് ഖുർആൻ. ഖുർആൻ എന്നതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല, അത് അള്ളാഹു സംരക്ഷിക്കും. പക്ഷെ നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ നമ്മൾ ആരെ കൂടെ നിൽക്കണം? ഖുർആന്റെ കൂടെ നമ്മൾ നിൽക്കണം. അവിടെയാണ് വസ്തുത. ഖുർആനെ അള്ളാഹ് എന്തെല്ലാം വാദഗതികളും എന്തെല്ലാം പ്രസ്ഥാനക്കാരൊക്കെ അവിടെ ഭൂമിയിൽ വന്നു. ഖുർആൻ ആർക്കെങ്കിലും ഒരു വള്ളി പുള്ളിക്ക് കേടെത്താൻ പറ്റൂല. അത് അള്ളാഹ് ഏറ്റതാ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ഖിയാമത്ത് നാൾ വരെ ഞാൻ കാത്തു സൂക്ഷിക്കും. അള്ളാഹ് തന്നെ പറഞ്ഞാണ്. അത് ആർക്കും ഒന്നും ആക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആരെ കൂടെ ആക്കണം? ഖുർആന്റെ കൂടെ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഖുർആനോട് യോജിച്ചൊരു ഇരുത്താവണം. ഞാൻ തുണി എടുക്കുന്നത് ഖുർആനോട് യോജിച്ചൊരു തുണിയോട്. എൻ്റെ മീശ, താടി, മുടി, എൻ്റെ എല്ലാ ആചാരങ്ങളും ഖുർആനോട് ഒക്കണം. ഖുർആന്റെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിയണം. നമ്മളൊക്കെ വീട്ടിൽ ഖുർആന് ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മൾ. അതാണ് ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരോട് പറയാനുള്ളത്. റഹ്മാനായ റബ്ബ് ഖുർആന്റെ കൂടെ നിലകൊള്ളാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മക്ക് അല്ലാഹു വലിയ തൗഫീഖ് തരട്ടെ.